കൃഷ്ണകുമാർ, ശ്രീലേഖ, രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല. പാർട്ടിയാണ് ജയിക്കുന്നത്, പാർട്ടിയുടെ പ്രതിനിധികളാണ് അവരെ നമ്മൾ ജയിപ്പിക്കുന്നത്, അപ്പോഴാണ് പാർട്ടി ജയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. ഇന്ത്യ മുന്നണി എന്നൊക്കെ ഒറ്റ മുന്നണിയാണ്, പേര് രണ്ടാണെങ്കിലും അതിലാരെങ്കിലും ഒരാൾ തോക്കാൻ കാരണമാകുന്നത് BJP കിട്ടുന്നതുകൊണ്ട്. ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ 2031 BJP ഭരണത്തിലെത്തിയിരിക്കും. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ പ്രൈസുകൾ കിട്ടണം, അതായത് സമ്മാനങ്ങൾ കിട്ടണം. അത്തരം ഒരു സമ്മാനമായിട്ടാണ് ഞാനിത് കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഒരു ഫലമായിരിക്കാം. 30-37 വർഷമായില്ലേ സിനിമ മേഖല വന്നിട്ട്. അപ്പോൾ നമ്മുടെ പരിചയസമ്പത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇന്ത്യൻ സിനിമയുടെ ഒരു അവസാന വാക്ക് പോലെയാണ് NFDC എന്ന് പറയുമ്പോൾ. അപ്പോൾ പലതും ചെയ്യാൻ കഴിയും. നമസ്കാരം. നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു പദവിയിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ കൃഷ്ണകുമാർ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഇതിനു മുൻപുള്ള അഭിമുഖത്തിൽ നമ്മുടെ മുൻപിൽ ഇരുന്നുകൊണ്ടിരുന്നത് BJP നേതാവും നടനുമായ കൃഷ്ണകുമാറാണ്. ഇപ്പോൾ നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി ഇരിക്കുകയാണ് താങ്കൾ. എങ്ങനെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഈ 57ാമത്തെ വയസ്സിലോട്ട് എത്തിയതെന്ന് ചോദിക്കുന്ന പോലെ ജീവിതത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ കർമ്മം ചെയ്തു പോകും. നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്തു പോകുന്നു, നമ്മൾ നമ്മുടെ കാര്യം ചെയ്തു. പെട്ടെന്നാണ് ചില ഭാഗങ്ങളിൽ നിന്ന്, കോണുകളിൽ നിന്ന്, അത് പ്രകൃതിയാണോ ദൈവമാണോ എന്താണെന്നറിയില്ല, നമുക്ക് ചില സ്ഥാനമാനങ്ങൾ തരും, നമുക്ക് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയാം. അതുപോലെ നമ്മൾ എന്തൊക്കെയോ പ്രവർത്തിക്കുമ്പോൾ നമ്മളൊന്നും നോക്കാതെ പ്രവർത്തിക്കുക, അതിന് കർമ്മഫലം വരും. അപ്പോൾ ആ ഫലം വരുന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംഭവം വരുമ്പോഴത്തേക്ക് നന്ദി പറയാനാണ് ഞാൻ ആദ്യം മനസ്സിൽ തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡൻറ്റ് ശ്രീമതി മുർമുജി അപ്രൂവ് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാലും ഇതിൻ്റെ എല്ലാ തുടക്കവും നമ്മുടെ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ മോഡിജിയുടെ ഓഫീസിൽ നിന്നാണ്. അദ്ദേഹത്തോട് നന്ദി. ഒപ്പം INB മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവ് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം വ്യക്തിപരമായി വിളിച്ച് ഈ കാര്യം അപ്പോയിൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതറിയാത്ത പലരും ഇതിൻ്റെ പിന്നിലുണ്ടാവാം. ആരൊക്കെ ഉണ്ട് അവർക്കെല്ലാവർക്കും നന്ദി. കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഈ പ്രൈസുകൾ കിട്ടണം, അതായത് സമ്മാനങ്ങൾ കിട്ടണം. അത്തരം ഒരു സമ്മാനമായിട്ടാണ് ഞാനിത് കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഒരു ഫലമായിരിക്കാം. ഇതിൻ്റെ ചെയർമാനാണ്. എന്തൊക്കെയാണ് ചുമതലകളെക്കുറിച്ച് എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? എങ്ങനെയാണ്? അപ്പം നമ്മളെല്ലാവരും ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം തന്നെ ഗൂഗിൾ എടുത്ത് തുറന്ന് നോക്കുമല്ലോ. അതാണല്ലോ ഏറ്റവും എളുപ്പ പരിപാടി. അതുകൊണ്ട് നമ്മളിതിനെ മുൻകൂട്ടി കണ്ടുവയ്ക്കുന്നതല്ല. പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ തുറന്ന് നോക്കും, ഇതിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്, ഒരു ഏരിയ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, മറ്റു കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുമെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളുള്ളതുകൊണ്ട് ശ്രീ അശ്വിനി വൈഷ്ണവ് മിനിസ്റ്റർ തന്നെ പറഞ്ഞു 14-ന് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലെത്തും. എത്തിക്കഴിഞ്ഞാൽ 14-നോ 15-നോ സൗകര്യം പോലെ നമുക്കിരിക്കാം. അവരുടെ ഉദ്യോഗസ്ഥരുണ്ട്, ഒരു കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് തരും. അതിനുശേഷം ചാർജ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് നമുക്ക് മുൻപേ പോയ പലരും ഉണ്ട് ഈ മേഖലകളിലൊക്കെ, അവരുമായിട്ടൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് സംസാരിച്ച് നോക്കാം. പിന്നെ ശ്രീ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയും, ദൂരദർശൻ ഡയറക്ടറായിരുന്നു ഞങ്ങളുടെ കാലത്ത്. അന്നാണ് ഞാൻ ദൂരദർശനിൽ വരുന്നത്. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ രാഗിണി എനിക്ക് ദൈവതുല്യരാണ്. അപ്പോൾ അദ്ദേഹം ദൂരദർശൻ്റെ ഇവിടുത്തെ ഡയറക്ടർ മാത്രമല്ല, ഡൽഹിയിൽ വരുന്നതാണ്. ഈ NFDC ഇതൊക്കെയായിട്ട് വളരെ ക്ലോസ് ആയിട്ട് എല്ലാ മേഖലകളുമായിട്ടും ബന്ധമുള്ള വ്യക്തിയാണ്. ഇത് കഴിഞ്ഞ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ പേരോട് സംസാരിക്കുമ്പോൾ അവരടുത്ത കണക്റ്റഡ് ആൾക്കാരെ പരിചയപ്പെടുത്തും. പിന്നെ ഡൽഹിയിൽ ഞാൻ ധാരാളം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ INBയിൽ ഇരുന്ന ധാരാളം പേര് എനിക്കറിയാം. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കരുത്. നമ്മൾ 2 മാസമൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ അനുഭവം 30-37 വർഷമായില്ലേ സിനിമ മേഖല വന്നിട്ട്. അപ്പോൾ നമ്മുടെ പരിചയസമ്പത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നമുക്കൊരു ഉദ്ദേശം വരുമല്ലോ, കാരണം ഏറ്റവും നല്ല രീതിയിൽ ജോലിയെടുക്കുക. അതായത് ഇതിനകത്തിപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ഒരു അവസാന വാക്ക് പോലെയാണ് NFDC എന്ന് പറയുമ്പോൾ. അപ്പോൾ പലതും ചെയ്യാൻ കഴിയും. നമ്മളിൽ അങ്ങനെ ഒരു വിശ്വാസം അർപ്പിച്ച എൻ്റെ പ്രധാനമന്ത്രിയോടുമൊക്കെ വീണ്ടും നന്ദി പറയുന്നു. കാരണം നമ്മൾക്ക് ഈ ജോലിക്ക് പറ്റിയൊരാളാണ് തോന്നിയല്ലോ. അപ്പോൾ അതനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഞാൻ പ്രവർത്തിക്കണം. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമോ അല്ലെങ്കിൽ നവീകരണമോ വരുത്തുവാൻ വേണ്ടി ഈ ഒരു ചുമതല കൊണ്ട് സാധിക്കുമോ?
അല്ല, സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നമ്മൾ ശ്രമിച്ചാൽ, ഇപ്പോൾ മാറ്റം എന്ന് പറഞ്ഞാൽ സിനിമ മോശം അത് അങ്ങനെയല്ല. സ്വാഭാവികമായിട്ട് കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ എപ്പോഴും മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. അപ്പോൾ നമ്മളും കൂടി അതിൻ്റെ ഒരു കാരണമാവണം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് പഠിക്കാൻ നമ്മുടെ മുന്നിൽ ഇപ്പോൾ TN ശേഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇലക്ഷൻ കമ്മീഷണർ ആയി വരുന്നത് വരെ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഒരു പോസ്റ്റ് ഉണ്ടെന്നോ ഇവർക്ക് ഇത്രയും അധികാരമുണ്ടെന്ന് അറിയില്ല. അതിന് മുമ്പ് എന്തായിരുന്നു? വയലൻസ് ആയിരുന്നു. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 400-500 പേര് മരിക്കുക, ഇലക്ഷൻ കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് 5000 പേര് മരിക്കുക എന്നിങ്ങനെ ബഹളങ്ങൾ. ഈ പുള്ളി വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി ഉടച്ചു വാർത്തു. അപ്പോൾ അത് പ്രത്യേകിച്ച് വേറെ നിയമം, അതിനകത്ത് നിയമം, ആ ഇവരൊരു ബൈലോ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് പ്രവർത്തിച്ചത്. ഇതുപോലെ ആവാൻ പറ്റുമെന്നല്ല, എങ്കിലും നമുക്കൊരു ചുമതല തരുമ്പോൾ നമ്മളവിടെ ഒരു മാർക്ക് ഉണ്ടാക്കിയിട്ട് പോകണമെന്നാണ് പൊതുവെ പറയാൻ. അതുപോലെ നമുക്കും ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു നമ്മുടെ അനുഭവ സമ്പത്തുണ്ട്, പ്രായവും പക്വതയും ആയിരിക്കുന്നു, നല്ല ബന്ധങ്ങളുണ്ട് എല്ലാ മേഖലയിലും. അതെല്ലാം ഉപയോഗപ്പെടുത്തി NFDCയുടെ ഒരു പുതിയൊരു വേർഷൻ ഓഫ് NFDC ആക്കണമെന്നാണ് ആഗ്രഹം. ഇതിൻ്റെ ആസ്ഥാനം ബോംബെ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ബോംബെയിലേക്ക് ഇനി താമസം മാറാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല. കാരണം വെച്ചാൽ അഥവാ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ പോയി വരും. ഇതൊരു 3 വർഷത്തേക്കുള്ളൊരു ജോലിയാണല്ലോ. അത് 3 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് തീരുമാനിക്കുന്ന പോലെയാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെയാണെങ്കിലും നമ്മൾ ജോലി എടുക്കും. ഇപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ പണ്ട് 10-40 ദിവസം കഴിഞ്ഞൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളേ ഇല്ല. എവിടെയാണോ ജോലി അവിടെ നിന്ന് പരമാവധി വർക്ക് ചെയ്യുക. അതായത് വേറൊരു ചിന്ത വരാതിരിക്കുക. ഫോക്കസ് ഒരു കാര്യത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത്. അതിനുശേഷമാണല്ലോ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. അന്ന് എന്തെങ്കിലും സൂചന പ്രധാനമന്ത്രിയോ മറ്റാരെങ്കിലും തന്നിരുന്നോ? ഒന്ന്, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞുകൊണ്ട് ആവർത്തന വിരസതയാവുമെന്നറിയില്ല. ഞാൻ എപ്പോഴും ഭാര്യയെടുത്തും മക്കളത്തും സുഹൃത്തുക്കളത്തൊക്കെ പറയും, നമ്മുടെ ഉയർന്ന നിലയിലുള്ള നേതാക്കളെ കാണാൻ പോകുമ്പോൾ കുറ്റവും കുറവും അല്ല നമ്മൾ പറയേണ്ടത്. നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മുടെ പാർട്ടിയെ വളർത്താൻ എന്തൊക്കെ പറ്റും, എനിക്ക് സാധിക്കുന്ന ഇന്ന കാര്യങ്ങളുണ്ട്, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവിടെ എനിക്ക് സഹായം കിട്ടുമോ, ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ മക്കൾ തന്നെ ചെന്നപ്പോൾ അവർ സോഷ്യൽ മീഡിയയുടെ ഇതുകൊണ്ടാണ് അവരെ വിളിക്കാൻ കാര്യം, അവർ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ എന്തെങ്കിലും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ചെയ്ത്, അതായത് രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂ, ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറയുക. അതായത് ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പരാതി അവിടെ പറയും ഇവിടെ പറയും, ഇദ്ദേഹത്തിൻ്റെയൊക്കെ പരാതി ആരോട് പറയും? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നോക്കുന്ന വെച്ചാൽ നമ്മളൊരു 10 മിനിറ്റോ 1 മണിക്കൂറോ അങ്ങനെ കൂടുതൽ വർക്ക് ചെയ്ത് ഈ 18 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഈ പ്രായത്തിൽ ആ മനുഷ്യന് ഒരു 5 മിനിറ്റ് കൂടുതൽ കിടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട്, അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഇല്ലെന്നറിയില്ല. തീർച്ചയായിട്ടും ആ യാത്രയ്ക്ക് ശേഷമായിരിക്കാം ഇങ്ങനൊരു മാറ്റം ഉണ്ടായി. ചിലപ്പോൾ നമ്മളെ അങ്ങനെ കാണാനോ ഓർക്കാനോ കഴിയുന്നൊരു വ്യക്തിത്വമല്ലല്ലോ നമ്മൾ കേരളത്തിൽ സാധാരണ പ്രവർത്തനം മാത്രം, സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. നമ്മളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അവിടെ നിന്നൊരു സൂചനയും തന്നിട്ടില്ല. വട്ടിയൂർക്കാവിൽ മത്സരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ആളാണ്, BJPയുടെ നേതാവാണ് താങ്കൾ. ഇപ്പോൾ ശ്രീലേഖയാണ് മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ പറയാനുള്ളത്? പൊതു പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലക്ഷ്യം വേണം. എനിക്ക് ഇന്നിടത്ത് എത്തണം. അപ്പോൾ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ വെറുതെ വീട്ടിൽ ഇരുന്നാൽ പറ്റില്ല, നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അതുപോലെ ഇപ്പോൾ വട്ടിയൂർക്കാവ് ഞാൻ ജീവിക്കുന്ന 57 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം, എനിക്ക് വ്യക്തിബന്ധങ്ങൾ ധാരാളമുണ്ട്. 2 വർഷമായിട്ട് ഈ ഇരിക്കുന്ന ഓഫീസ് ഉൾപ്പെടെ നമ്മൾ വർക്ക് ചെയ്ത് ഇവിടെ ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്ത് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പാർട്ടിയെടുത്ത് പ്രകടിപ്പിക്കുന്നു. എനിക്ക് വലിയ രഹസ്യ സ്വഭാവമുള്ള ഒരാളല്ല, അത് പരസ്യമായിട്ട് പറയുന്നു. പക്ഷേ ഒരു 140 സീറ്റേ ഉള്ളൂ കേരളത്തിൽ. BJP ഒരു 90 സീറ്റാണ് മത്സരിക്കുന്നതെങ്കിൽ 90 പേരെയല്ലേ മത്സരിപ്പിക്കാൻ പറ്റൂ, 95 പേരെ മത്സരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ പാർട്ടിയിൽ എല്ലാവർക്കും, പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മത്സരിക്കണം എന്ന ആഗ്രഹം കാണും, എല്ലാവർക്കും വിജയിക്കുന്ന തോന്നലും കാണും. അത് ഓരോ വ്യക്തി, ഇപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ തന്നെ ഇപ്പോൾ അമൽ നല്ല ഇറങ്ങി അമലും തോന്നും. പക്ഷെ നമ്മൾക്കാണ് തോന്നുന്നത് നമ്മളാണ് മികച്ചത്. പാർട്ടി തീരുമാനിക്കും, അല്ല കൃഷ്ണകുമാർ നിങ്ങളെക്കാൾ മികച്ചത് ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അതാണ് തീരുമാനം. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ പാർട്ടി പ്രവർത്തനം നടത്തുക, വിജയിപ്പിക്കാൻ നോക്കുകയാണ്. പാർട്ടിയാണ് ജയിക്കുന്നത്. കൃഷ്ണകുമാർ, ശ്രീലേഖ, രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല, പാർട്ടിയാണ് ജയിക്കുന്നത്. പാർട്ടിയുടെ പ്രതിനിധികളാണ്, അവരെ നമ്മൾ ജയിപ്പിക്കുന്നു, അപ്പോഴാണ് പാർട്ടി ജയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. നമുക്ക് എവിടെ ഇപ്പോൾ തന്നെ കോഴിക്കോട് പോയി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, അവിടുന്ന് തൃശ്ശൂരോട്ട് വർക്ക് ചെയ്യാൻ വരാനിരിക്കുകയായിരുന്നു, ട്രിവാൻഡ്രം വർക്ക് ചെയ്യാനിരിക്കുകയാണ്. അപ്പോഴാണ് ഭാര്യയുടെ അച്ഛൻ മരണപ്പെട്ടു ഇതിനിടയ്ക്ക്. അപ്പോൾ അതിനിടയ്ക്ക് ബ്രേക്ക് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചെടുത്തെല്ലാം പോയി വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് അവസാന ദിവസം വർക്കലയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളേ വരുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരാളെ നിർത്തി എന്ന് പറഞ്ഞാൽ
നമ്മൾ വർക്ക് ചെയ്തേക്ക്, തീർന്നില്ലേ. അപ്പോൾ അതാ അവർ ഇതൊന്നും അല്ലാതെ അപ്പോൾ നമ്മളെ തേടി വരുന്നത് നോക്കി. ഞാൻ വർക്ക് ചെയ്ത മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു മേഖലയിൽ ഒരു ഉയർന്ന പദവി വന്നില്ലേ. നമ്മളെപ്പോഴും ക്ഷമയോടെ നിൽക്കുക, പൊട്ടിത്തെറിക്കാതിരിക്കുക. ഇതൊക്കെ ചെറുപ്രായത്തിലുണ്ടായിരുന്നു. അതിൽ നിന്ന് പഠിച്ചു വരികയാണ്. നമ്മൾ നിശബ്ദമായി ജോലി എടുക്കുമ്പോൾ പ്രകൃതിയിലൊരു സംഭവമുണ്ട്. തേർഡ് ഐ എന്ന് പറയും, മൂന്നാം കണ്ണ്. അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഓക്കെ, ഒരു ചോദ്യം കൂടെ ചോദിച്ചത് നമുക്ക് അവസാനിപ്പിക്കാം. BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിലുള്ള വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ പൊതുവേ ചർച്ചകളിൽ BJP ജയിക്കുമോ, താമര വിരിയോ എന്നല്ല, എത്ര സീറ്റ് കിട്ടും BJPക്ക്, അവിടെ എത്തി. അത് തന്നെയാണ് ആദ്യ വിജയം. കാരണം ഒരു 10 വർഷം മുമ്പ് 30,000 വോട്ട് കിട്ടുമോ, 25,000 അവിടെ കിട്ടുമോ, ഇതൊക്കെ എന്നല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു കാര്യം ഉറപ്പായി, BJPക്ക് കിട്ടുന്ന ഓരോ വോട്ടും എതിർഭാഗത്തെ ഇന്ത്യ മുന്നണി എന്നൊക്കെ ഒറ്റ മുന്നണിയാണ്, പേര് രണ്ടാണെങ്കിലും അതിലാരെങ്കിലും ഒരാൾ തോക്കാൻ കാരണമാകുന്നത് BJP കിട്ടുന്ന വോട്ടാണ്. അവിടം വരെ എത്തിച്ചു. അപ്പോൾ ഇത്തവണ കുറച്ച് സീറ്റുകൾ കിട്ടും. അതിന് പുറമെ കുറേ പേര് തോൽക്കുന്നത് BJPയെ കാരണമായിരിക്കും. കാരണം പലരും കണക്കൂട്ടിൽ പാളിപ്പോവും. അപ്പോൾ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ 2031 BJP ഭരണത്തിലെത്തിയിരിക്കും. എന്തായാലും ഈ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വലിയ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആശംസിക്കുന്നു. വളരെ സന്തോഷം, ആശംസകൾക്കൊപ്പം എല്ലാവിധത്തിലുള്ള സഹകരണവും നമുക്ക് വേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മീഡിയയുടെ ഭാഗമാണ്, മനസ്സിലായി. അപ്പം നമ്മൾ മീഡിയയുടെ ഭാഗത്തുനിന്ന് എനിക്ക് വേണ്ട സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. തിരിച്ചതുപോലെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. അഭിനന്ദനങ്ങൾക്ക് നന്ദി. നമസ്തേ.